തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ പ്രശസ്തമായ വ്ളാത്താങ്കര ചീരഗ്രാമം സന്ദർശിച്ച് SKN40 പര്യടനം. കർഷകരും നാട്ടുകാരും ചേർന്നാണ് 24 സംഘത്തെ സ്വീകരിച്ചത്. ലഹരിക്കെതിരായ 24ന്റെ ജനകീയ പോരാട്ടത്തിൽ അണിചേരുമെന്ന് കർഷകർ ഉറപ്പു നൽകി. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും ജനകീയ യാത്രയിലേക്ക് സ്വാഗതം. 30 ദിവസങ്ങൾ 14 ജില്ലകൾ കേരളത്തിലുടനീളം ലഹരി മരുന്നിനും അക്രമത്തിനുമെതിരെ 24 പട്ടാളം നയിക്കുന്ന യാത്ര എന്റെ മാധ്യമജീവിതത്തിലെ 40 വർഷം തികയുന്ന വേളയിൽ നടത്തുന്ന യാത്രയാണ്. ഇത് ആഘോഷമല്ല, അതേസമയം വളരെ കാലികമായ ഒരു ജനകീയ പ്രശ്നത്തെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുവാനും മാരകമായ ലഹരി പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് നിയമപരമായ നടപടികൾ ഉറപ്പുവരുത്തുവാനും നമ്മുടെ കുട്ടികൾക്ക് ഭീഷണിയായി വരുന്ന ഈ ലഹരി വിപത്തിനെതിരെ നമ്മുടെ ആളുകളെ അണിനിരത്താനും ഒക്കെ വേണ്ടി നടത്തുന്ന ഈ 30 ദിവസം നീണ്ടുന്ന യാത്രയുടെ തുടക്കം ഇന്ന് രാവിലെ നടന്നു. അതിന്റെ ഭാഗമായി നമ്മൾ നെയ്യാറ്റിൻകരയിലെ നിംസിൽ മെഡിസിറ്റി പോയി അവിടെ നമ്മൾ നേരെ വ്ളാത്താങ്കരയെ വന്നിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, വ്ളാത്താങ്കര എന്ന് കേട്ടാൽ മിക്ക ആൾക്കാരും വ്ളാത്താങ്കരയിലെ ചീരയെക്കുറിച്ച് ആലോചിക്കും. നമ്മുടെ ചീരപ്പാടത്തിന്റെ അടുത്താണ് നിൽക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കർഷകനുടെ യഥാർത്ഥ ഈ വ്ളാത്താങ്കര ചീരയുടെ ഫൗണ്ടിങ് ഫാദർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അങ്ങയുടെ പേര്? തങ്കയണ്ണ. അത് മാത്രമല്ല, ഈ ചീര എങ്ങനെയാണ് കേരളത്തിലുടനീളം വ്ളാത്താങ്കര ചീര പടർന്ന് പന്തലിച്ചത് എന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയാവൂ. എന്തായിരുന്നു അങ്ങയുടെ തന്ത്രം? ഇത് നമ്മൾ സാധാരണ അരുൺ ചീരയാണ് കൃഷി ചെയ്തിരുന്നത്. ആ ചീര കൊണ്ട് വിൽക്കാൻ പോയപ്പോൾ വേറൊരാൾ കൊണ്ടുവന്ന ചീരയിൽ ഒരു വെറൈറ്റി തൈ കാണുകയും ആ തൈ കൊണ്ടുവന്ന് ഇവിടെ കൃഷി ചെയ്ത് അതിനെ വിത്ത് ഉത്പാദിപ്പിച്ച് അങ്ങനെ ഇത് ആദായവും കൂടുതൽ 7 മാസം വരെ നമുക്ക് ആദായം ഒരേ കണക്കിൽ കിട്ടിക്കൊണ്ടിരിക്കും. ഈ വ്ളാത്താങ്കര ചീരയുടെ പ്രത്യേകത നമുക്ക് വേണമെങ്കിൽ ആ ചീര ഒന്ന് പ്രേക്ഷകരുടെ കണ്ടു. 7 മാസം വരെ നമുക്ക് ദീർഘമായിട്ട് വിളവ് കിട്ടുന്നുണ്ട്. ആദായം കൂടുതലാണ്. എപ്പോഴും കൃഷി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒരു പ്രാവശ്യം കൃഷി ചെയ്യുമ്പോഴേ 7 മാസം വരെ നമുക്ക് വിളവ് കിട്ടുന്നതുകൊണ്ട് ഈ ചീര ലാഭമാണ്. ഇപ്പൊ ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും വിത്തിനുട്ടൊക്കെയാണ്. 4 മാസം കൊണ്ട് വിളവെടുക്കുകയാണ്. ഇന്നും ഒരു 4 മാസം കൂടെ നമുക്ക് ഇതിൽ വിളവ് കിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ചീര വളരെ ഫേമസ് ആയി ഇപ്പൊ അല്ലേ? ഫേമസ് ആയി. അങ്ങനെ അന്വേഷിച്ച ആൾക്കാർ വരുന്നുണ്ട്. ഒരുപാട് പേര് വരുന്നുണ്ട്. പ്രധാനപ്പെട്ട കൃഷി ഏതൊക്കെയാ? ചീര, വാഴ, നെല്ല്, മരച്ചിനി. ഒളിച്ചു നിൽക്കുന്ന ഒരു സ്ഥലത്തെ പ്രതിയാന ദിവ്യനുണ്ട്. ദേശീയ പുരസ്കാര ജേതാവാണ്. എന്തിനായിരുന്നു നാഷണൽ അവാർഡ് കിട്ടിയത്? കിഴങ്ങനെ ടൈപ്പ് കിഴങ്ങിന് പല ഐറ്റങ്ങളും. ഒരു അവാർഡ് കിട്ടത്തക്കോലെ അങ്ങ് എന്ത് കിഴങ്ങ് കൃഷിയാ ചെയ്തത്? എല്ലാ കപ്പ, വെള്ളപ്പിരിയം കപ്പ, ശ്രീ രാജകപ്പ, പേരടിച്ചു വന്നില്ല. ഡൽഹിയിൽ നിന്ന് പേരടിച്ചു വരണം. എല്ലാ ഐറ്റങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് പേരടിച്ചു വരണം. സർക്കാർ സഹായിക്കാന്ന് അതിന്റെ പര്യടനം ഉടനെ എത്രയും പെട്ടെന്ന് നമുക്ക് അതിന്റെ പേരടിച്ച് നമുക്ക് അതിന്റെ പ്രോത്സാഹനം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 2024 മാച്ച് നമ്മളെ പോരാട്ടമല്ലേ. വ്ളാത്താങ്കര എന്നുള്ള നാട് നമ്മളെ ചീര കൊണ്ടല്ലേ അറിയപ്പെട്ടത്. അതുകൊണ്ട് അത്രയും നമ്മളെ ജനങ്ങളും നമ്മളെ നാട്ടുകാരിലും നമ്മളെ ഉദ്യോഗസ്ഥരും സർക്കാർ ഉദ്യോഗസ്ഥരും നമ്മളെ ഷിനു എന്ന ഒരാളാണ് ഏറ്റവും നമുക്ക് പ്രോത്സാഹനം തന്നതും ഈ കൃഷി അസിസ്റ്റന്റ് കൃഷി ഓഫീസർ നമ്മളെ ദേശീയ സ്ഥലം വരെ എത്തിച്ച ഷിനു ആണ്. നമ്മളെ മദ്യവിപത്തിനെതിരായിട്ട് ഇറങ്ങിയ ഒരു യാത്രയാണ്. കാസർഗോഡ് വരെ പോകുന്നുണ്ട് നമ്മള്. ഇവിടെ എങ്ങനെയാ കാര്യങ്ങൾ? ഇവിടെ മദ്യപാനികൾ കുറവാണ്. വളരെ അത്യാവശ്യത്തിന് ലഹരി വിദ്യാർത്ഥികളുണ്ട്, യുവാക്കളുണ്ട്, അവർ സംഘം ചേരുന്നുണ്ട്. വളരെ സന്തോഷം. നമ്മളെല്ലാവരും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അമ്മമാരൊക്കെ വളരെ ആശങ്കപ്പെടുന്ന ഒരു കാര്യം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇറങ്ങിയത്. കാരണം കുട്ടികളെ വരെ ഈ അധോലോക സംഘങ്ങൾ സ്വാധീനിച്ച് ലഹരി കൊടുത്ത്, മിഠായിലൊക്കെ ലഹരി കടത്തി കൊടുത്ത് അവരെ MDMA പോലുള്ള മാരക പ്രശ്നങ്ങളുള്ള ഇത് കൊടുത്ത് അവരെ നശിപ്പിച്ചു കളയുന്നു. ഒരു പുതിയ അമ്മമാർക്കൊക്കെ വലിയ സങ്കടമുണ്ട്. അപ്പം നമ്മുടെ കേരളത്തിൽ ഈ MDMA അങ്ങനെ ലഹരി വസ്തുക്കൾ വേണ്ട. പോലീസിനെയും ഒക്കെ തന്നെ അവെയർ ആക്കിയിട്ടുണ്ട്. പോലീസുകാർ സജീവമായിട്ട് രംഗത്തുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ഒന്നിച്ച് നിൽക്കണം. റെഡിയല്ലേ നിങ്ങളൊക്കെ? ഓക്കെ, റെഡിയല്ലേ? വ്ളാത്താങ്കരക്ക് ലഹരി വേണ്ട, മയക്കുമരുന്ന് വേണ്ട. ഓക്കെ അല്ലേ? ഒരു അഭിപ്രായം പറയും. എന്താ പേര്? ജയ. നമ്മുടെ ലഹരി വ്യാപനത്തെ കുറിച്ച് എന്താ അഭിപ്രായം? നമ്മുടെ കുട്ടികളെ ഇതിൽ നിന്നൊക്കെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചിട്ടയല്ല ഇപ്പൊ സ്കൂളുകളിൽ ഉള്ളത്. നമ്മൾ കുട്ടികളെ ഒന്നുകൂടെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ഒരു സമീപനം എടുക്കണം. ചേട്ടന്റെ കയ്യിൽ നിന്ന് പിടിച്ച് ചേട്ടന്റെ ആരോഗ്യം പരീക്ഷിക്കട്ടെ. നോക്കട്ടെ. KSRTC അയ്യോ, മറ്റേ ഈ വയറ് കുത്തി സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടി ഇപ്പൊ ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അത് കളഞ്ഞു അല്ലേ? പണ്ടൊരു കാക്ക വണ്ടി ഓടിച്ചു. പുതിയ മന്ത്രിയൊക്കെ വന്നപ്പോ അല്ലേ? നമ്മൾ ഇന്ന് ഒരു ഓപ്പൺ വണ്ടിക്കകത്തായിരുന്നു തിരുവനന്തപുരത്ത്. കിടിലമായിരുന്നു. പറയാൻ വന്നത്
അല്ല, ഞാൻ പറയുന്നത് ഈ ഹൈവേയിലെ പെട്രോളും ശക്തമാക്കണം. ഈ പോലീസ് അധികാരികൾ പ്രത്യേക സ്ക്വാഡ്, എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുള്ള സംവിധാനങ്ങളുണ്ടല്ലോ, അത് ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല. അത് കാരണം ഈ രാത്രി സമയം അസമയങ്ങളിലൊക്കെ ഇങ്ങനെ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയുണ്ട്, ബൈക്ക് റൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും നല്ല കൃഷിക്കാരാന്ന് അറിയുമ്പോൾ വളരെ സന്തോഷം. അതെ, നമ്മള് ഇവിടെ ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഇത് കൊറിയർ ചെയ്ത് തരും എന്നാണ് ചീര വിത്ത് എന്ന് വെച്ചാൽ നാട്ടിൽ ചീരകൃഷി വ്യാപിപ്പിക്കാൻ വേണ്ടി ഉള്ള പദ്ധതി പുള്ളിയുടെ കയ്യിലുണ്ട്. അപ്പം നമ്മൾ ഈ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ കൊറിയർ ചെയ്ത് തരും നല്ല ഇനം ചീര വിത്ത്. അപ്പൊ ഇത് ബ്ലാത്താങ്കരയിലെ ഈ ചീരപ്പെരുമ കേരളം മുഴുവൻ എത്തിക്കാൻ പോവാം. നമുക്ക് കോട്ടയത്തിൽ കൃഷി ചെയ്യാം. അപ്പൊ ഈ തങ്കയ്യൻ നാടാറിന്റെ കയ്യിലോട്ട് ആ ചീര വിത്ത് നമുക്ക് അയച്ചു തരും, കൊറിയർ ചെയ്ത് തരും. തങ്കയ്യൻ നായരുടെ നമ്പർ വേണേ കൊടുക്കാം അല്ലേ? മേടിച്ചു. അപ്പൊ ആ നമ്പറിൽ നമ്മൾ വിളിക്കുന്നു, അദ്ദേഹം കൊറിയർ ചെയ്യുന്നു, നമ്മുടെ നാട്ടിൽ ചീര കൃഷി ചെയ്യുന്നു. നമ്മള് ചീര കേരളമാവുന്നു. എനിക്കൊന്ന് ഈ ലഹരി കേരളത്തിന് കിടന്ന ചീര കേരളം.